യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഈ സ്ഥലം ഇടം പിടിച്ചിട്ടുണ്ട്. Man fears time, but time fears the pyramids of Giza. Al-insan yakhsha az-zaman, lakin az-zaman yakhsha al-ahramat. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലുകൾ, അതിൻ്റെ ഓരോ കല്ലിനും 250 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ചുണ്ണാമ്പ് കല്ലാണ്. ഹിന്ദ് നമ്മളിവിടെ ഇപ്പോൾ പിരമിഡുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, 2 ചെറിയ പിരമിഡ്സ് ആണ്. അത് രണ്ടും ഏകദേശം തകർന്ന് കിടപ്പാണ്. പിന്നെ തൊട്ടടുത്ത് ഒരു മൂന്നാമത്തെ വലുതെന്നോ മറ്റോ പറയാൻ പറ്റിയ പിരമിഡ്, ഏറ്റവും വലിയ പിരമിഡാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, നമ്മളതിൻ്റെ മുന്നിലേക്ക് കുറച്ച് കഴിഞ്ഞാൽ പോവും. ഈ കാണുന്നത് രണ്ടാമത്തെ പിരമിഡ്. പിന്നെ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് റോഡുണ്ട്. ഒരു ബസ് അതാ വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബിൽഡിംഗ് ഉണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഡെസേർട്ടാണ്. ഇവിടെയൊക്കെ മൊത്തം സിറ്റി നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണാം. അതാ അങ്ങാണ്ട് കിടക്കുന്ന ഇവിടെയുള്ള സിറ്റിയാണേ അത്. കണ്ടില്ലേ, കണ്ടോല്ലോ, ബസ്സുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ പക്ഷെ നമുക്ക് ഷാർപ്പായിട്ട് ഷൂട്ട് ചെയ്യാം. ഇതാണ് അവിടെയുള്ള സിറ്റി. കുറച്ച് ദൂരത്താണ് ഇത്. അത് മാക്സിമം സൂം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ RTA കളറുള്ള RTA ബസ്സിൻ്റെ അതേ കളറിലൊരു ബസ് നടക്കും. ഇത് സിറ്റി നമുക്ക് ഒന്നും കൂടി എടുക്കാം. അതെല്ലാം ലോങ് വ്യൂ ആണ് ഇത്. ഇതേതാ കണ്ടോ ഇങ്ങനെ. ഇതാണ് ഗിസ നിൽക്കുന്ന, ഗിസ മീൻസ് പിരമിഡ് നിൽക്കുന്ന പ്രദേശത്തെ അതിൻ്റെ സമീപ പ്രദേശങ്ങളാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര്, ഈ പിരമിഡ്സ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗിസ എന്ന് പറയും. GIZ, ജീസ, അൽ ജീസ എന്ന അറബിയിൽ പറയും. കണ്ടില്ല, സിറ്റിയാണ്. ഒന്നുകൂടി നമുക്ക് ഒന്ന് റൗണ്ട് അടിച്ചാൽ പിരമിഡുകൾ ഒന്നുകൂടി കണ്ടാൽ കണ്ടില്ലേ, ഇതാണ്ട് കിടക്കുന്നു. നേരത്തെ കണ്ടതുപോലെ ആ തകർന്ന് കിടക്കുന്ന 2 ചെറിയ പിരമിഡുകൾ, അത് കുഫു രാജാവിൻ്റെ 2 ആൺമക്കളുടെ ഭാര്യമാരുടെ പേരിലുള്ള പിരമിഡ്സാണ്. പേരക്കുട്ടികളുടേതാണെന്നും പറയുന്നുണ്ട്. ഇത് നേരത്തെ നമ്മൾ കണ്ടത് 3ാമത്തെ വലുത്. ഇത് ഏറ്റവും വലുത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. ദൂരെ നിന്നുള്ള വ്യൂ നമ്മളിപ്പോൾ കണ്ടു. ഇനി നമ്മൾ അങ്ങ് ദൂരെ ക്യാമൽ റൈഡ് കാണാം. കണ്ടല്ലേ, ഒട്ടകങ്ങൾ വരിയായി. കണ്ടല്ലേ, അതാ ആണ്ട് കിടക്കുന്നത്. നോക്കി, ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഒട്ടകങ്ങൾ. $3 ക്യാമൽ റൈഡിങ്ങിൻ്റെ ചാർജ്. ഇന്നലെ നമ്മൾ സീന മലയുടെ അടുത്തുനിന്ന് കയറിയത് കൊണ്ട് ഇന്ന് പിന്നെ വീണ്ടും കയറേണ്ടില്ല. ആ ലോങ് വ്യൂ കാണിച്ചു തരാം ഒട്ടകക്കൂട്ടങ്ങളുടെ. കണ്ടല്ലേ, സഹാറ മരുഭൂമിയിലാണ് ഈ പിരമിഡ്സ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സഹാറ മരുഭൂമി എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ്. പല രാജ്യങ്ങളിലൂടെയും ഈ സഹാറ മരുഭൂമി പരന്ന് കിടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സഹാറ മരുഭൂമി പല രാജ്യങ്ങളിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈജിപ്തിലാണെന്ന് പറയപ്പെടുന്നു. ഇനി നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങി നമ്മുടെ ബസ്സിലേക്ക് പോവുകയാണ്. നമ്മുടെ ബസ്സിലാണ് നമ്മൾ പിരമിഡിൻ്റെ അടുത്തേക്ക് പോവുക. കൂട്ടങ്ങളെ നമുക്കൊന്നുകൂടി കാണാം. നമ്മളിപ്പം പിരമിഡിൻ്റെ അടുത്ത് എത്തുവേ. എല്ലാവരും ഒന്ന് സബൂറാക്ക് ക്ഷമിക്കേ. ഇതെവിടെയുള്ള തെരുവ് കച്ചവടം കണ്ടില്ല, പക്ഷെ പൈസ കൂടുതലാണെന്ന് പറയുന്നത്.
കച്ചവടക്കാർ കണ്ടില്ല, ഇവിടെ പിരമിഡുകളുടെ രൂപങ്ങളുണ്ട്. പക്ഷെ അധികം പൈസ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ അബുൽ ഹവൽ സ്ഫിങ്സ്, അതിൻ്റെ ഫോട്ടോ കണ്ടില്ല, മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ബോഡിയുമുള്ള ഒരു പ്രതിമയാണിത്. നമ്മളിപ്പോഴും അങ്ങോട്ടേക്ക് എത്തുവേ. നമ്മൾ ദുബൈയിലെ ഗ്ലോബൽ വില്ലേജിൽ പോയാൽ അവിടെ ഈജിപ്ഷ്യൻ പവലിയൻ ഉണ്ട്. ഇവിടെ പോയാൽ ഇതേപോലത്തെ ഒരുപാട് പ്രതിമകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മളെ പിരമിഡിൻ്റെ അടുത്തേക്ക് പോവും. പിരമിഡിൻ്റെ ഉള്ളിലും നമ്മൾ കയറും. ഒന്നാമത്തെ പിരമിഡ്, കുഫുവിൻ്റെ പിരമിഡ്, അത് കുറച്ച് എക്സ്പെൻസീവാണ്. രണ്ടാമത്തെ പിരമിഡിലായിരുന്നു നമ്മൾ കയറാൻ വേണ്ടി തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ അവിടെ തെർമീം, അതിൻ്റെ റിപ്പയറിങ്, മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ് പോലും. ഇപ്പോൾ നമ്മൾ 3ാമത്തെ പിരമിഡിലായിരിക്കും ഇന്ന് കയറുക. ഇതാണ് നമ്മുടെ ബസ്. നമ്മളിതിലേക്ക് ഇപ്പം കയറും. എന്നിട്ട് ഡ്രൈവർ നമ്മളെ 3ാമത്തെ വലിയ പിരമിഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് ഇതേ നമ്മൾ പിരമിഡുകളുടെ അടുത്ത് ഏകദേശം എത്താൻ വേണ്ടി പോവുകയാണ്. ഇതാ എത്തിയിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ പിരമിഡ്, കുഫു രാജാവിൻ്റെ പിരമിഡ്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പിരമിഡ് ഉണ്ടാക്കിയത്. കണ്ടില്ലേ, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് പിരമിഡ് ഉണ്ടാക്കിയത്. ഏറ്റവും വലുത് ഇതാണെന്ന് തോന്നുന്നു. അതിൻ്റെ ബേക്കിലൊരു പിരമിഡ് ഉണ്ട്. ഇത് നമുക്ക് കുറച്ച് സൂം ചെയ്യാം. ഇതിൻ്റെ കല്ലുകൾ നോക്കി, ഓരോ കല്ലിനും 2500 കിലോഗ്രാം വെയിറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്നുകൂടി കാണാം. നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന പിരമിഡ് ഇതാണ്. ഇല്ലല്ലേ, ആ പിരമിഡിലേക്ക് നമ്മളിപ്പോൾ കയറും. അതിൻ്റെ അടുത്തുനിന്ന് വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ ക്ലോസ് അപ്പായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. ഇവിടെ തകർന്ന് കിടപ്പുണ്ട്, ഉണ്ടല്ലേ, ചില ഭാഗങ്ങളൊക്കെ തകർന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെ ചില ഭാഗങ്ങൾ ഇതിൽ നിന്നുള്ള കുറേ കല്ലുകൾ മറ്റു പല ആവശ്യങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ അടിയിൽ, ഈ പിരമിഡുകളുടെ അടിയിൽ വലിയൊരു സിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ അടുത്ത് ന്യൂസിൽ വായിച്ചതായിട്ട് ഒരു ഓർമ്മ ഉണ്ട്. ഏതൊരു ഗവേഷകർ വന്ന് കണ്ടുപിടിച്ചതാണെന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാൻ മേല. പിരമിഡുകളുടെ സമീപത്ത് വിശ്രമിക്കുന്ന ശുനകന്മാർ കണ്ടല്ലേ, 2 പട്ടികൾ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ നാവ് നീട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ പട്ടികൾ എപ്പോഴും നാവ് നീട്ടി ഇങ്ങനെ കിതച്ചുകൊണ്ടായിരിക്കും. ഇത് പാവങ്ങൾ നമ്മളെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് പച്ച പാവങ്ങളാണ് കണ്ടിട്ട് തോന്നുന്നത്. പടച്ചതറിയാം, അതാ കണ്ടല്ലേ. കുതിര വണ്ടിയിൽ ഇപ്പോൾ നോക്കി ആൾക്കാർ. ഇതാ അനദർ വീണ്ടും പൊടിക്കാറ്റുണ്ട്. ഇവിടെ നല്ല പൊടിയുണ്ട്. ഇതേ നമ്മൾ ഗിസ പിരമിഡിലേക്ക്, ഗിസ അല്ല, 3ാമത്തെ വലിയ പിരമിഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാ ഇവിടെയൊക്കെ നേരത്തെ നമ്മൾ ദൂരെ നിന്ന് കണ്ടിരുന്നു. ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞതായിട്ട് കണ്ടില്ല. ഇതാ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്, വിദേശികളായ ടൂറിസ്റ്റുകൾ. നമ്മൾ വിദേശികളാണല്ലോ ഇപ്പോൾ ലോകത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്നുള്ള വിദേശികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞു. കുഫു രാജാവിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആദ്യത്തെ ഏറ്റവും വലിയ പിരമിഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി രണ്ടാമക്കയുടെ പിരമിഡുകൾ, പിന്നെ അവരുടെ ഭാര്യമാരുടെ പിരമിഡുകൾ. നേരത്തെ നമ്മൾ കണ്ടു ഭാര്യമാരുടെ പിരമിഡുകൾ തകർന്ന് കിടക്കുന്നതായിട്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്നും കൂടി വീഡിയോ എടുക്കാവുന്നതാണ്. ഇതാ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. തൊട്ട് മുമ്പിലാണുള്ളത്.
ഇത് ഇവിടുന്ന് അപ്പുറത്തുള്ള മറ്റേ പിരമിഡ് വ്യക്തമായിട്ട് കാണാം. ഇത്ര ദൂരത്തിൽ ഇത് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും അടുത്ത് നിന്നുള്ള വ്യൂ ആണ് ഇത്. കണ്ടില്ലേ, ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. ഇത് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടില്ല, ഇത് കല്ലുകളുടെ വലുപ്പം കണ്ടില്ലേ, അതിൻ്റെ ഹൈറ്റ് ഒരാളുടെ ഹൈറ്റ് ഉണ്ട്, അതിൻ്റെ വീതി നോക്കി. ഇതാ നേരത്തെ നമ്മൾ ദൂരെ നിന്ന് കണ്ട ആ ഗ്യാപ്പാണ് ഇത്, കണ്ടില്ലേ. ഓക്കെ, നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കയറാൻ ഉദ്ദേശിച്ച നമ്മുടെ പിരമിഡിൽ നിന്നും അടുത്തുള്ള വലിയ പിരമിഡിലേക്കുള്ള വ്യൂ ആണ് ഇത്. ഇവിടെ നമ്മൾ കുഞ്ഞു നേറ്റിവിറ്റി ചർച്ചിൽ കണ്ടതുപോലെ ഇങ്ങനെ പ്രവേശിക്കണം. അത് പറയാൻ എൻ്റെ വീഡിയോ നിൽക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ സൂക്ഷിച്ചിട്ട് ഇറങ്ങണം. തലതട്ടും നേരെ നിൽക്കാൻ പറ്റത്തില്ല. വളരെ കുനിഞ്ഞ് കമയുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ചുമരുകൾ കണ്ടില്ലേ. ഇവിടുന്ന് മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഗുഹയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഫുള്ളും ആളുകളാണ് മുമ്പിൽ. ആരെ വഴുതാതിരിക്കാൻ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടില്ല. അപ്പം നല്ല പിടുത്തുണ്ടാവും ഇതിന്. ഇതേ തലതട്ടും. നമ്മൾ റുക്കുവിലായിക്കൊണ്ടാണ് പോകുന്നത്. റുക്കു മീൻസ് സാഷ്ടാംഗം ചെയ്തുകൊണ്ട്. സാഷ്ടാംഗം എന്നല്ലേ റുക്കുവിൻ്റെ മലയാളം ആണെന്ന് തോന്നുന്നു. ഒരു ചേച്ചീൻ്റെ മുന്നിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു ചൈനക്കാരിയാണെന്ന് തോന്നുന്നു. കേൾക്കണ്ട ഞാൻ പറയുന്നത്. കുനിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പം ഏകദേശം 3 മിനിറ്റായി കുനിഞ്ഞിട്ട്. ഇപ്പം അവിടെ എത്തണമെങ്കിൽ എത്ര സമയം പിടിക്കുമെന്ന് അറിയില്ല. ഇത് പിരമിഡിൻ്റെ താഴ്ഭാഗത്തേക്ക് അടിഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഞാനൊന്ന് സ്പീഡ് വിട്ടിട്ടെ. കൂത്തി വീഴാതിരുന്നത് പഠിച്ചോണ്ട് തലയിലെ കൂത്തുന്നുണ്ട്. തൊപ്പിയുള്ളത് കൊണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാ അന്ന് ഇങ്ങോട്ട് ഒരാൾ വരുന്നു. ഇത് എൻട്രി മാത്രം എന്നാണ് പറഞ്ഞത്. എക്സിറ്റ് ഇവിടെ ഉണ്ടോ? ഇതാ ചേച്ചി വരക്ക് പോകുന്നുണ്ട്. ഇത് നമ്മളിവിടെ എത്തി. ഇനി കുറച്ചൊന്ന് നേരെ നിൽക്കാം. ഒന്ന് നേരെ നിൽക്കട്ടെ. ഇനി വീണ്ടും ഇതേപോലെ തല താഴ്ത്തി പോകണം. ഓക്കെ, തല വീണ്ടും താഴ്ത്തി. അയ്യോ, തല തട്ടി. ഇടയ്ക്ക് തലപൊക്കം. ഇവിടെ തലപൊക്കാനുള്ള സ്ഥലമുണ്ട്. ഇനി വീണ്ടും തല താത്തണം. ഇനി കുറച്ച് സ്ട്രൈറ്റ് പോകാം. നമുക്ക് റെഡിയാണിത്. ഓക്കെ, ഇത് ഏതൊരു ടണലിലൂടെ വണ്ടി പോകുന്ന പോലെ തോന്നും. ഈ പ്രവേശന കവാടം കടന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ കാണാം. ഇവിടെയൊക്കെ ഒന്ന് പറയുന്നുണ്ട്. ഇതാ വീണ്ടും താഴേക്ക് ഇറങ്ങണം പോലും. തൈവാൻ സഹോദരനുണ്ട്. തൈവാൻ ഫാമിലിനെ കണ്ടില്ലേ. അവര് നമ്പർ 1 ആണ്. നമ്മൾ പറയും നമ്മൾ നമ്പർ 1 ആണ്. ഐ എം ഫ്രം ഇന്ത്യ. India number 1. I will tell India number 1. Number 1 too. Yes, number 1. India is number 1. Then Taiwan will come. Okay. It's nice to meet you. I have the. No problem. We are human being. No problem. Okay. നമ്മൾ വീണ്ടും ഇറങ്ങുകയാണ്. ഇത് നമ്മുടെ not one way. like that, huh? So we will be back. Yes. നമ്മുടെ
യൂണിയൻ മെട്രോയിൽ ഇറങ്ങുന്ന പോലെ ആദ്യം ഒരു വട്ടം ഇറങ്ങി താഴേക്ക്, പിന്നെ അവിടെ നിന്ന് പിന്നെ വീണ്ടും നമ്മൾ ഇറങ്ങിയാണ്. യൂണിയൻ മെട്രോ മീൻസ് ദുബൈയിലുള്ള യൂണിയൻ മെട്രോ സ്റ്റേഷൻ. ഇതാണ് നമ്മൾ ഇവിടുത്തെ ദർഗത്തുണ്ട്. ഇതായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഈ പ്രദേശത്തിൻ്റെ ഈ സ്ഥലം, ഈ പ്ലാറ്റ്ഫോം ഇവിടെയായിരിക്കുമ്പോൾ ഇവരുടെ ഡെഡ് ബോഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലം ഇവിടെയാണ് പോലും ഇവരുടെ ഡെഡ് ബോഡി വെച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ അവസാനിച്ചു. ഇവിടെയാണ് ലാസ്റ്റ് പോയിന്റ്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ നിധികളും ആ രാജാവ് മരിക്കുമ്പോൾ രാജാവിൻ്റെയോടൊപ്പം തന്നെ വല്ല നിധികളും മറ്റും അവരോടൊപ്പം തന്നെ അടക്കം ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അങ്ങനത്തെ വിശ്വാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്നും കൂടി ഇനി പറഞ്ഞതുപോലെ തന്നെ തലകുനിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറണം. ഇതവിടെ പല രാജ്യക്കാണ് പോയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് പോയിന്റ്. ഇതിൻ്റെ മേളിൽ കണ്ടില്ലേ, ഒരു ആർച്ച് രൂപത്തിലാണുള്ളത്, കണ്ടില്ലേ? ഇതാണ് ലാസ്റ്റ് പോയിന്റ്. എല്ലാ പിരമിഡുകളുടെ ഉള്ളിലും ഇതേപോലെ തന്നെയാണ്. അപ്പം അന്ന് അവർ മറമാടിയ രാജാവിൻ്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ ശരീരത്തോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള സംഗതികളും ആഭരണങ്ങളും മറ്റും ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇത് നാം പറഞ്ഞു ജീസസ് ക്രൈസ്റ്റിൻ്റെ 2500 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ നിലവിലിപ്പം 3500-3600 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ മമ്മികളാണിതൊക്കെ. അപ്പം ആ കാലഘട്ടത്തിൽ ഭരിച്ച ആ കുഫു രാജാവും അതേപോലെ അയാളുടെ 2 മക്കൾ, അയാളുടെ ഭാര്യമാർ, അയാളുടെ മക്കളുടെ ഭാര്യമാർ, അയാളുടെ ഭാര്യ, ഇവരുടെ പിരമിഡുകളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അതൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതിൽ 3ാമത്തെ സ്ഥലത്താണ് നമ്മൾ എത്തിയത്. ഒക്കെ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ്. തിരിക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്, അതൊന്ന് പകർത്തിയേക്കാം. ലാസ്റ്റ് പ്ലാറ്റ്ഫോം വന്ന പോലെ തന്നെ തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും തല തട്ടൂല, ഇനി അടുത്ത സ്റ്റേജ് എത്തുമ്പോഴാണ് തല തട്ടുക. 2ാമത്തെ പ്ലാറ്റ്ഫോമിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്, കണ്ടല്ലേ? നമ്മളിത് കണ്ട് തിരിച്ചു പോകുന്നു. പലരും ഇത് കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നു. ഈജിപ്തിൻ്റെ പ്രധാന വരുമാന മാർഗമാണ് ഈ പിരമിഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നാണ് പിരമിഡ്. കുനിച്ചുകൊണ്ട് തിരിച്ചു കയറുകയാണ്. ഇതേ ഒത്തിരി സ്റ്റെപ്പ് കയറി നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി തല ഉയർത്തി നടക്കാം. ഇതുവരെ തല കുനിച്ചാണ് നടന്നത്. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഇനി ഇവിടുന്ന് മറ്റുള്ള പിരമിഡുകൾ നമുക്ക് കാണാം. കണ്ടില്ലേ? കണ്ടില്ലേ ഇവിടെ നിന്നുള്ള വീഡിയോ? കണ്ടില്ലേ വെളിയിലുള്ള വീഡിയോ? ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ഒന്നുകൂടി കാണിക്കാം. അങ്ങ് കാണുന്നത്, അങ്ങ് ദൂരത്ത് കാണുന്നത് കൈറോ സിറ്റിയാണ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കണ്ടില്ലേ? ഈ പിരമിഡ്സ് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗീസ എന്നാണ്. അൽ ഗീസ. എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ കല്ലുകൾ അടർന്ന് വീണ കാണാം. പിരമിഡിൽ നിന്ന് അടർന്ന് വീണതാണ് ഇതൊക്കെ. കണ്ടില്ലേ ഇവിടെ? നല്ല വലിയ വലിയ കല്ലുകൾ. പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും മുകളിലോ സൈഡിലോ മറ്റോ ഉള്ള കല്ലുകളായിരിക്കാം. യഥാർത്ഥ വലിപ്പം, ശരിക്കുള്ള വലിപ്പം എന്ന് പറയുന്നത് അത് ദീർഘചതുരത്തിലുള്ള കല്ലുകളാണ്. കണ്ടോ? ഇതിവിടെ വീണ് കിടക്കുന്നതാണ് ഇതൊക്കെ. ഒന്നുകൂടി കാണാം നമ്മുടെ അടുത്തുള്ള മറ്റൊരു വലിയ പിരമിഡ്. മുകളിൽ സൈഡിൽ കൂടി തന്നെ കയറാൻ പറ്റില്ല എന്നുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. നോ ക്ലൈംബിങ്. ചില ബിരുദന്മാരുണ്ടാവുമല്ലോ,
അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചത്. ഒന്നുകൂടി താഴേന്ന് ഇതിൻ്റെ എന്താ പറയുക ഒരു കോർണറിലൂടെ ഒരു വീഡിയോ കുറച്ചൊന്ന് സൂം ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കല്ല് വയ്ക്കാൻ സാധാരണ കല്ലാണ്, നല്ല വലിയ കല്ല് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതാണ് അഹ്റാമാത്ത് ഗീസ പിരമിഡ്സ്. നമ്മളിപ്പം കയറിയ പിരമിഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. അറബിക്കിലും ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ദ പിരമിഡ് കോമ്പസ് ഓഫ് കിങ് മെൻകൗറയുടെ പിരമിഡാണ്. 2532 2503 ഈ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പിരമിഡ് നിർമ്മിക്കപ്പെട്ടത്. അപ്പം ഏകദേശം ഇത്ര വർഷം 30ഓളം വർഷം എടുത്തിട്ടുണ്ട് ഇത് നിർമ്മിക്കാനുള്ള. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇവിടെ അറബിയുണ്ട് ഉണ്ടല്ല, അതും അറിയാത്തവർക്ക് ഫ്രഞ്ചുണ്ട്. അതും അറിയാത്തവർ മേപ്പിട്ട് നോക്കുകയാണ്, മലയാളത്തിലില്ല. ഇതാ അതിൻ്റെ പിരമിഡിൻ്റെ ഓരോ ഏരിയയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഇവിടെ കണ്ടില്ല, നമ്മൾ ഒന്നുകൂടിയും കൃത്യമായിട്ട് ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ക്യൂൻസ് പിരമിഡ്സ്, ഉർഫത്ത് ദഫൻ ബറിയൽ ചേംബർ ഇതുണ്ടല്ലേ, ഇതൊക്കെയാണ് ആ പിരമിഡിൻ്റെ സൈഡിലുള്ള ഏരിയകളെ കുറിച്ചുള്ള ഒരു വിശദീകരണം. ഈ പിരമിഡ് മൻഗൂറയുടെ പിരമിഡാണ്. ഹറമു അൽ മലിക് മൻഗൗറ എന്നാണ് അറബി പറയുക, മൻഗൗറ. ഓക്കെ, സൂറുൽ ഖാരിജി അൽ അഹ്റാമാത്ത് അൽ മലിക്കാത്ത്. ക്ലിയർ? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ സഹാറ മരുഭൂമിയുടെ ഫോട്ടോ കാണാറുണ്ട്. ഒട്ടകങ്ങൾ ഇങ്ങനെ വരിയായി പോകുന്ന ഫോട്ടോകൾ, അത് കണ്ടില്ലേ? അത് ലൈവായിട്ട് നമുക്ക് കാണാം. ഒട്ടകങ്ങൾ വരിയായി കണ്ടില്ലേ? അതിൻ്റെ മുന്നേ കുറേ ഒട്ടകങ്ങൾ കടന്നു പോയിട്ടുണ്ടേ. ഈജിപ്തിലെ പിരമിഡിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. 3 പിരമിഡുകൾ, ലോകത്തിൽ തന്നെ ലോകാത്ഭുതങ്ങളിൽ മഹാത്ഭുതങ്ങളായിട്ടുള്ള 3 പിരമിഡുകളാണ് ഉള്ളത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ആളുകൾ കാണാൻ വരുന്ന ഈ പിരമിഡ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പിരമിഡിനകത്തേക്ക് കയറുക എന്ന് പറയുന്നത്, എല്ലാവരും ഈ പിരമിഡ് കണ്ടുപോരുക എന്നുള്ളത്, ആ പിരമിഡിൻ്റെ ഉള്ളിലോട്ട് കയറി വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഊർന്നുകൊണ്ട് ഏതാണ്ട് കുനിഞ്ഞുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 100 മീറ്ററോളം പോയി കഴിയുമ്പോൾ അതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അത്രയും മനോഹരമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ടൂർ ഗൈഡ് ഇർഫാൻ ഭായ്, അദ്ദേഹമാണ് വിശദീകരിച്ചത്. നമ്മൾ നേരത്തെ കാണിച്ചത് ഇതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അതിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസ് ഒക്കെ കാണിച്ചിരുന്നു. പിരമിഡിനോട് യാത്ര പറഞ്ഞ് മടങ്ങുകയാണ്. ഒന്നുകൂടി അവസാന വട്ടം ഒന്ന് കാണിച്ചു തരാം. ഒട്ടകക്കൂട്ടങ്ങളെയും കാണിച്ചു തരാം. കുതിരകളുണ്ട് പുറത്ത്. ഇവിടെ ഇപ്പോൾ നോക്കിയേ, പിരമിഡ് കാണാൻ വേണ്ടി 2 പട്ടികളുണ്ട് ഇവിടെ. പട്ടി നമ്മളിപ്പോൾ പോയ പിരമിഡുകളെ കുറിച്ചൊക്കെ അറബി കവിതകളിൽ, പ്രത്യേകിച്ച് അഹമ്മദ് ഷൗക്കിയെ പോലുള്ളവരുടെ കവിതകളിൽ ഇതിനെപ്പറ്റിയുള്ള വർണ്ണനകളുണ്ട്. ഈ പിരമിഡുകൾ ഉണ്ടാക്കാനുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറയാൻ നോക്കിയിരുന്നത് കംപ്ലീറ്റ് ആയില്ല. കുഫു രാജാവാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. തൻ്റെ ഡെഡ് ബോഡി മറ്റുള്ളവർ ഇട്ടുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. പരലോകത്തിൽ ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം പരലോകത്ത് ഇവിടുന്ന് ഡെഡ് ബോഡി സാധാ സ്ഥലത്ത് വെച്ചാൽ കള്ളന്മാരൊക്കെ കൊണ്ടുപോകും. കാരണം ഭരണാധികാരികളാണല്ലോ, മരിക്കുമ്പോൾ അവരെ കൂടെ സ്വർണവും മറ്റും അവരെ കൂടെ തന്നെ അടക്കം ചെയ്യും. അപ്പം ഡെഡ് ബോഡി സ്വർണം കൊണ്ടുപോകുന്നതോടൊപ്പം ഡെഡ് ബോഡിയും കൊണ്ടുപോകും എന്നുള്ളൊരു പേടിയായിരുന്നു അവരിങ്ങനെ ഒരു പിരമിഡിൻ്റെ ഉള്ളിൽ ഡെഡ് ബോഡി സൂക്ഷിക്കാൻ അവർക്ക് പ്രേരണയായത്, അവർ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് അങ്ങകലെ തകർന്നു കിടക്കുന്ന 2 പിരമിഡുകൾ കണ്ടിരുന്നു. നേരത്തെ ബസ്സിൽ നമ്മളതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു. ഇതിൻ്റെ അടുത്തുനിന്നൊരു വീഡിയോയും കൂടി എടുക്കാം. ഇതാണ് ഇവിടുന്ന് കിട്ടുള്ളൂ. മേശമത്തിൽ ഒക്കെയാണ് നമ്മുടെ ബസ് അവിടെ റെഡിയായി നിൽക്കുന്നത്.